ഇനി ഒരു ചോദ്യം, ഇപ്പോൾ ലീഗ് അടക്കമുള്ള കക്ഷികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം സീറ്റ് കാര്യത്തിലുണ്ടായിരുന്നു. അത് പരിഹരിച്ചു. ലീഗ് ഇന്നിപ്പോൾ നേതൃയോഗം കൂടുകയാണ് 1 മണിക്കൂറിനുള്ളിൽ. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? ഞാൻ മാവിലായിക്കാരനാണ്. അത് തൃശ്ശൂരിൽ ഒരു 14-12% മുസ്ലിം പോപ്പുലേഷൻ ഉണ്ടല്ലോ, അതിന് ബാധിക്കാൻ സാധ്യതയുണ്ടോ? തൃശ്ശൂർ 14% മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട്. അവര് സെക്യുലറാ. പക്ഷെ ഞങ്ങൾക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാടെന്ന് ഒരു കാരണവശാലും പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് ഞങ്ങൾക്ക് തൃശ്ശൂർ വേണ്ട, ഞങ്ങൾ സ്വീകരിക്കില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് വേണ്ട, RSSന്റെ വോട്ടും വേണ്ട, പോപ്പുലർ ഫ്രണ്ടിന്റെയും RSSന്റെയും വോട്ട് വേണ്ട എന്നുള്ളത് ഞങ്ങളുടെ നിലപാടാണ്. ഒരു കാരണവശാലും മഹാത്മാഗാന്ധി വെടിവെച്ച് കൊന്ന നാഥുറാം ഗോഡ്സയെ ന്യായീകരിക്കുന്ന RSSകാരുടെ വോട്ട് വേണ്ട. കേരളത്തിനകത്തും ഇന്ത്യയിലും മതവൈര്യം വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ടും വേണ്ട. ഇത് നിലപാടാണ്. ഈ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെയും RSSന്റെയും വോട്ട് വേണ്ട, മതനിരപേക്ഷതയിലുള്ള വോട്ട് മതി. ഇന്ത്യയിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും സിഖുകാരനും ഒക്കെ ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സ്വന്തം മതത്തിൽ വിശ്വസിക്കുമ്പോഴും അന്യമതങ്ങളെ ബഹുമാനിക്കുന്ന, അന്യമതങ്ങളെ വിദ്വേഷം കുത്തിച്ചെലുത്താതിരിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ വോട്ട് മാത്രം മതി. വോട്ട് വേണ്ടെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ഉണ്ടാവുമോ? അതിൽ ഒന്നാം സ്ഥാനത്ത് ഞാനുണ്ടാവും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ബോൾഡായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ കണക്കാക്കാം. ഇപ്പോൾ ഒരു കാര്യം കൂടി, ഇപ്പോൾ KPCC പ്രസിഡന്റ് K സുധാകരൻ ആയിരിക്കും കണ്ണൂരിൽ വരുന്നെന്ന് മനസ്സിലാക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഇന്നിപ്പോൾ വീണ്ടും ട്വിസ്റ്റ് ആയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യത ഏറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് ആണ്, തീർച്ചയായിട്ടും അല്ലേ? ആ തരംഗത്തിന്റെ ഒരു തനിയാവർത്തനമായിരിക്കും. രാഹുൽ ഗാന്ധി അല്ല മത്സരിക്കുന്നത്, KP നൗഷാദിനെ പോലുള്ളവരാണെങ്കിലോ? അല്ല, ഇത് കേരളത്തിലെ ഒരു പ്രത്യേകത, കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷതയുടെ കൂടെ നിൽക്കുന്നതാണ്. നമുക്ക് നോക്കിയാൽ എവിടെ എത്ര BJP എന്ത് പണം ഡംപ് ചെയ്താലും, വർഗീയത ഡംപ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും കേരളത്തിലെ ആളുകളുടെ മനസ്സ് സെക്കുലറാണ്. ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോൾ ഹിമാചൽ പ്രദേശിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, 6 കോൺഗ്രസ് MLA-മാരാണ് മറുകണ്ഠം ചാടി നമ്മുടെ അഭിഷേക് സിംഗ്വി തോറ്റു. രാജ്യസഭയിലേക്ക് എത്താൻ പറ്റില്ല അഭിഷേക് സിംഗ്വിക്ക്, അവസാനം ടോസ് ഇടേണ്ടി വന്നു, തോറ്റു. മറുഭാഗത്ത് ഉത്തർപ്രദേശിൽ 7 BSP MLA-മാരാണ് BJP-കാർ കൊണ്ടുപോയത്. 25 കോടിയാണ് TN പ്രതാപന്റെ കയ്യിൽ എടുത്തു തരാനായിട്ട് കാത്തിരിക്കുന്നത്. 25 കോടിയല്ല, ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കുക എന്ന് പറഞ്ഞാൽ പോലും ഒരു കാരണവശാലും മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന നാഥുറാം ഗോഡ്സയെ ന്യായീകരിക്കുന്ന BJP-ക്കും RSSനും സംഘപരിവാർ ശക്തികളോട് സന്ധി ചെയ്യില്ല. കാരണം ഈ CPM ഇടതുമുന്നണി ഉയർത്തുന്നത്, നിങ്ങൾ CPM-ന് വോട്ട് നൽകിയാൽ ഒരാളെ പോലും മറിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല, പക്ഷേ കോൺഗ്രസിന് വോട്ട് കൊടുത്താൽ എപ്പോൾ മറിയൂ എന്ന് പറയാൻ. ബംഗാളിലെ സ്ഥിതി, CPM-ന് സ്വാധീനമുണ്ടായിരുന്ന ബംഗാളിലും ത്രിപുരയും പഴയ കാലത്ത് പല കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസും ഒക്കെ ഇപ്പൊ ആരെ കയ്യിലാ? വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നിലപാട് കൂടിയാണ്. ഇപ്പൊ 2 നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ കടയുമായി ഇറങ്ങുന്നു, ആ കടയുടെ മെസ്സേജ് റൊട്ടിക്കൊപ്പം സ്നേഹം പ്രതിഫലം. രണ്ടാമത്തെ, വോട്ട് വേണ്ട, തോക്കുകയാണെങ്കിൽ തോറ്റോട്ടെ. ഇതൊരു നിലപാടാണ്. ആ നിലപാടിന് നമ്മളൊരു ഐക്യദാർഢ്യം കൊടുക്കണ്ടേ? അത് RSSന്റെ വോട്ട് വേണ്ട. അപ്പോൾ ഒരു നിലപാടാണ്. ആ നിലപാടിന് നമുക്ക് പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട നിലപാടാണ്. താങ്ക് യു TN പ്രതാപൻ. അപ്പോൾ ഇനി വരാൻ പോകുന്നത് വളരെ ചൂടുള്ള ദിവസങ്ങളാണ്. ഞാനിപ്പോൾ സ്ഥാനാർത്ഥിയല്ല, ഞാനിപ്പോ MP ആണ്. അതെ, ഞാൻ ഈ സ്നേഹ സന്ദേശ യാത്ര നടത്തുന്നത് MP എന്ന നിലയില്ല. അതെ, കാരണം എന്റെ മണ്ഡലത്തിൽ, ഞാൻ സ്നേഹിക്കുന്ന മണ്ഡലത്തിൽ, ഞാൻ ജനിച്ച മണ്ഡലത്തിൽ, ഞാൻ ജീവിക്കുന്ന മണ്ഡലത്തിൽ, ഞാൻ ജീവിച്ചു മരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ മണ്ണിൽ അരുത്, വെറുപ്പ് ആരും പ്രകടിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം. ഒരു കാര്യം ചോദിച്ചോട്ടെ, കുത്തിത്തിരിപ്പ് ചോദ്യമാണ് എങ്കിലും താങ്കൾ ഉത്തരം പ്രതീക്ഷിക്കുന്നു. KPCC പ്രസിഡന്റിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ, നിങ്ങളെപ്പോലുള്ള നേതാക്കൾ വളരെ സൗഹൃദമായിട്ട് ഇടപെടുന്ന അത്തരം പദപ്രയോഗങ്ങളൊന്നും പൊതുവായ സമൂഹത്തിൽ ഉയർത്താത്ത ആളുകളാണ്. അതൊക്കെ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഹൈബീഡൻ തുറന്നു പറഞ്ഞു, അത് ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർക്കിടയിൽ ആത്മവീര്യത്തെ അത് ബാധിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ പാർട്ടി ഫോറത്തിൽ ഉന്നയിക്കും എന്നാണ് ഹൈബീഡൻ. ഞാൻ പാർട്ടി ഫോറത്തിൽ പറയേണ്ട ഒരു കാര്യം, ഒരു ചാനൽ ചർച്ചയിൽ ചാനലിന്റെ അഭിപ്രായം പൊതുവെ കാര്യം അങ്ങനെ വരുന്ന സമയത്ത് ഒരു വലിയ മൊമെന്റം ഊർജ്ജത്തോടെ ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങളെ പുറകോട്ട് പിടിച്ചു വലിക്കുന്നുണ്ടോ? അതൊന്നും, ആ സ്റ്റേറ്റ്മെന്റുകളൊന്നും നമ്മൾ പുറകോട്ട് പിടിച്ചു വലിക്കില്ല. അതൊന്നും കണ്ടില്ലാന്നടിക്കണം. ഇതൊക്കെ മനുഷ്യന് ചിലപ്പോഴൊക്കെ ചില പിഴവുകളൊക്കെ പറ്റും. മനുഷ്യനല്ലേ, നമ്മൾ എല്ലാവരും മനുഷ്യനല്ലേ, പച്ചയായ മനുഷ്യനല്ലേ. നമ്മളെല്ലാവരും ഇങ്ങനെ കമ്പ്യൂട്ടർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ അങ്ങനെ ഒരു സെറ്റിംഗ്സിൽ പോകുന്ന ഒരു മനുഷ്യരല്ലല്ലോ. നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഏത് മനുഷ്യനും സ്വാഭാവികമായും എവിടെയെങ്കിലും പിഴവുകൾ ഉണ്ടാവാം. അതില്ലാത്തവർ ഈ ലോകത്ത് ദൈവം ഒഴിച്ച ഒരാളുണ്ടാകാൻ ഇടയില്ല. അത്രേ ഉള്ളൂ. അങ്ങനെ നല്ല സ്പിരിറ്റോടെ കൂടി എടുക്കുക അതിനൊക്കെ. പിന്നെ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളായതുകൊണ്ട് പാർട്ടിക്ക് ഫോറങ്ങളിൽ പറയേണ്ടത് ഒരു മീഡിയയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ശരിയല്ല.